എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരാണ് പരിശുദ്ധാത്മാവ് എന്നതിനെക്കുറിച്ച് നോക്കാം. പരിശുദ്ധാത്മാവിനെ പറ്റി പല തെറ്റിദ്ധാരണകൾ ഉണ്ട്. ചിലർ പരിശുദ്ധാത്മാവിനെ ഒരു അദൃശ്യ ശക്തിയായി മാത്രം കാണുന്നു. മറ്റു ചിലർ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൻ്റെ അനുഗാമികൾക്ക് ദൈവം കൊടുക്കുന്ന ആളത്വമില്ലാത്ത ഒരു പ്രേരക ശക്തിയായി കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി വേദപുസ്തകം എന്താണ് പറയുന്നത്? എളുപ്പത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വേദപുസ്തകം പറയുന്നു. മനസ്സും വികാരവും ഇച്ഛാശക്തിയുമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 3 മുതൽ 4 വരെ ഉൾപ്പെടെയുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പഠിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ പത്രോസ് അനന്യാസിനോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. ആദ്യത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് വായിക്കുന്നു. ഇവിടെ വ്യക്തമാക്കുന്ന സത്യം പരിശുദ്ധാത്മാവിനോടുള്ള വ്യാജം ദൈവത്തോടുള്ള വ്യാജം എന്നാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവിന് ദൈവത്തിൻ്റെ സ്വഭാവവും ഗുണാതിശയങ്ങളും ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായി, പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണെന്ന് സങ്കീർത്തനങ്ങൾ 139-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10 മുതൽ 11 നിന്ന് പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മനസ്സും വികാരങ്ങളും ഇച്ഛാശക്തിയും ഉള്ളതിനാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടാനുസരണം തീരുമാനങ്ങൾ എടുക്കുന്നു. ത്രിത്വത്തിലെ മൂന്നാമനായ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞതുപോലെ മറ്റൊരു കാര്യസ്ഥനായി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും.